ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബെറ്റർ ഹാഫ്. ഇറ്റ്സ് മീ ജംഷി ഹുസൈൻ. ഇപ്പോൾ ജൂൺ 1 എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കാക്കു കല്യാണത്തിന് നിക്കാഹിന് രാവിലെ ഇറങ്ങുന്ന രംഗമാണ് കേട്ടോ. ഈ കാണുന്ന സലാമൊക്കെ പറഞ്ഞ് കാക്കു പോവുകയാണ്. സംഭവം ഭയങ്കര ഷോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുയ്യാപ്പിള ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ മാറ്റാനും കാര്യത്തിനും ഒക്കെ നിൽക്കുന്നത്. അതും സമയം 11 മണി. ആരാൻ്റെ കല്യാണത്തിന് വരെ 11 മണിയാവും. 11:30 ആകുമ്പോഴത്തേന് ഓടിച്ചോർത്തി പോകുന്ന ഞങ്ങൾ ഇതേ നല്ല മഴയായിരുന്നു കേട്ടോ. ലുഹർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഓഡിറ്റോറിയത്തിലെത്തുന്നത്. ഇക്ക ഷർട്ടൊക്കെ മാറ്റി ഞാനും മിക്ക മേച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. ജൂൺ 1 മഴയിരിക്കുന്ന ഒരു മാസമല്ല 2 ആഴ്ച മുമ്പേ കാലാവസ്ഥ പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര കഠിനമായ മഴയായിരിക്കും വരാൻ പോകുന്നതെന്ന് ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര മടിയായിരുന്നു. കാക്കുനോട് ഞങ്ങളെന്ന് ചോദിച്ചു, കാക്കു ഇത് അമ്മിമ്മന് തേങ്ങ നിൽക്കണമെന്ന്. ഈ അമ്മിമ്മന്ന് തേങ്ങ നിന്നാൽ നന്നായിട്ട് മഴ പെയ്യും പറയും കല്യാണത്തിന്. ഇത് അതിലേറെ കഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് അവിടെ എത്തിയിട്ട് ഫസ്റ്റ് പന്തി ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. ഇത് 2ാമത്തെ പന്തിൻ്റെ ടൈമിലാണ് ഞങ്ങൾ വരുന്നത്. അതാണ് പറയുന്നത്, വല്ലാത്തൊരു കല്യാണം തന്നെ. ഏതെങ്കിലും കല്യാണത്തിനുണ്ടോ ചെക്കൻ്റെ ഉമ്മയും പെങ്ങന്മാർക്ക് ഇതേപോലെ നേരം വൈകി വരുന്ന സംഭവം. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഏറെ പഴച്ചത്. എപ്പോഴാണ് ഇറങ്ങേണ്ടതെന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. കുഞ്ഞാത്ത പിന്നെ ഇത് ഇടാത്ത വ്ളോഗും വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവർക്കൊരു ചാനലുണ്ട്. അവിടെ അതിൽ ഇട്ടിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ മക്കൾ രണ്ടും തലങ്ങും വിലങ്ങും കരഞ്ഞങ്ങാണ്ടായിരുന്നു. ആകെല്ലൊരു ആങ്ങളുടെ കല്യാണമല്ലേ ഇത്. 3 പെങ്ങന്മാരും ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ. 2ാമത്തെ ആളാണ് നടക്കുന്നത്. അത് പിന്നെ ഇവിടെ അല്ല, പെരിന്തൽമണ്ണ ഒരു ഡോക്ടറാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ എന്ന് പറയാം. എന്ത് അസുഖം വന്നാലും ആദ്യമൊക്കെ മൂപ്പരെടുത്ത് കേട്ടോ ആദ്യം ഓടിപ്പോയിന്ന്. ഇത് പിന്നെ അമ്മായിൻ്റെ കുട്ടികളൊക്കെയാണ്. അപ്പോൾ അതേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ മാറ്റിക്കാൻ വേണ്ടി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ടൈമിൽ കുട്ടിക്കാരി അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് എൻ്റെ മാപ്പണ്ടപ്പാണ് കേട്ടോ. ഞാനും പിന്നെ മാമൻ്റെ ഈ 2 മക്കൾ, ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സംഭവം അവിടേക്ക് നിശ്ചയത്തിന് പോയിട്ടുണ്ടെങ്കിലും വീട് ഓർമ്മയില്ല. കാരണം ഞാനും മിക്കും ഒരു വട്ടം പോയാലൊന്നും ഓർമ്മയില്ല കൂട്ടുകാരല്ല കേട്ടോ. ഞങ്ങൾ മറ്റേ ഡോറയുടെ പ്രയാണത്തെ മാതിരി കാട് മല കുന്ന് എന്നും പറഞ്ഞ് കയറി ഇറങ്ങിയായിരുന്നു. കയറിയ കുന്ന് തന്നെ 2-3 വട്ടം കയറി ഇറങ്ങിയിട്ടാണ് അവളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതേ പെണ്ണ് കരച്ചിലാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ബ്യൂട്ടീഷ്യനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങോട്ട് മാറ്റി കൊടുത്ത് അലങ്കോലാക്കിയൊക്കെയായിരുന്നു. ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. തലേന്ന് മുതൽ എങ്ങനെയൊക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അതാണെങ്കിൽ അവിടെ ഈ ഒരു ആമാടപ്പെട്ടി ഉണ്ടല്ലോ, ഈ സംഭവമൊക്കെ മറന്നു വെച്ചിന്ന്. ഇതൊക്കെ പിന്നെ ആരെ കൊടുന്നേ, എൻ്റെ മാപ്പിള പിന്നെയും പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതാണ് ഒന്നിനൊന്നിനും പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞത്. ലാസ്റ്റ് എങ്ങനെയൊക്കെ മാറ്റി കൊടുത്ത് അവിടെ നിന്ന് അവളെ ഇറക്കി കൊണ്ടുപോയിട്ടുണ്ട്. മാറ്റിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കേട്ടോ. വലിയ പോസ്റ്റൊന്നും ഇല്ലാന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എങ്കിലും ഫോട്ടോയിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. താത്തതേ പെണ്ണിനുള്ള മഹാർ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. കാരണം അവളാണല്ലോ മൂത്ത നാത്തൂന്. അപ്പോൾ അവളാണ് എല്ലാത്തിലും മുന്നിൽ കയറി നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ കുട്ടിനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. 2ാമത്തോളം പിന്നെ ഞാൻ പറഞ്ഞല്ലോ വ്ളോഗ് എടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇത് എത്ര പേര് കാണുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇന്ന് വേറെ വീഡിയോസൊന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇതിൽ സംഭവം കാരണപ്പൊക്കും സങ്കടമായി. കാരണം നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോണതാണല്ലോ. ഈ അവളെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും എന്ത് ഏട്ടൻ്റെ മാറിനോടൊരു ബഹുമാനമില്ലാത്തതെന്ന്. സംഭവം ഞങ്ങൾ ഇന്ത്യയിലേറെ ഏജിന് ചെറുതാണ് കേട്ടോ. അത് കരുതിക്ക് വലിയ ഏജൊന്നും ഇല്ലാതെ വേറെ കാര്യം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് അങ്ങനെ പെണ്ണിനെ കൊണ്ടുപോയി കാറിൽ അവള് വന്ന് അതായിരുന്നു ചിരിപ്പിക്കാക്കുവോ. ഇത് എന്തായാലും പറഞ്ഞ തമാശ ഓരോന്നും പറഞ്ഞു കൊടുക്കുക. അവളോട് പൊട്ടിച്ചിരിച്ചിട്ടെ മന പോയിന്റെ അടുത്തല്ല വണ്ടിയിലുണ്ടായിരുന്നു. നൗഷാദ് എടുക്കാന്ന് പറഞ്ഞു ചോദിക്കട്ടോ. ഈ ചോദിച്ചാ മുന്നിൽ പോയി ഇന്റെ അടുത്തിലേക്ക് വണ്ടിന്ന് ഇറങ്ങുമ്പോ പോയോ ഇല്ലേ അല്ല അല്ല ഒരൊറ്റ ഫോട്ടോ എല്ലാവരും ഓരോ വൈക്കാണ്. നല്ല ചിരിച്ചോളി. റെഡി നല്ല സരിയ. എല്ലാവരും കപ്പിൾ നോക്കിയേ നിങ്ങൾ അങ്ങോട്ടും കൂടെ നോക്കിയേ. ബെസ്റ്റ് നോക്കിയേ.
പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഡാൻസ് കളിച്ചു നോക്ക്, കൈകൊട്ടി നോക്ക്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സംഭവം എന്താ പറയുക, ഡാൻസ് കളിക്കലും കാര്യമൊക്കെ ഇഷ്ടം തന്നെയാണ് കേട്ടോ. പക്ഷെ അത് കരുതിയിട്ട് ആൾക്കാരെ മുമ്പിൽ കളിക്കുക, ആൾക്കാരെ കാണിക്കുക, വീഡിയോ എടുക്കുക, അതിനോടൊന്നും യാതൊരുവിധ താല്പര്യം ഞങ്ങൾ 3 പേർക്കുമില്ല. 3 ആ കൂട്ടത്തിലുള്ള ആർക്കുമില്ല. പിന്നെ ഞങ്ങൾ ആ സാധനം പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുലുക്കി കൊണ്ടുവന്നു. അപ്പോൾ ഭയങ്കര വെയിറ്റ് ആട്ടോ, എന്തോ ഇരുമ്പെന്തോ സാധനം തോന്നണം. കുഞ്ഞാത്ത പിന്നെ പതുക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നാമത് വെയിറ്റും ഉണ്ട്, പിന്നെ ഇങ്ങനെ പിടിച്ചടക്കാനും പണിയാണ്. പിന്നെ ഞങ്ങൾ 3 പേരുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് വല്യാത്താൻ്റെയും കുഞ്ഞാത്താൻ്റെയും, അതായത് എൻ്റെ 2 മൂത്ത ഇടത്തിയാളത്, അവരത് 2 പേർക്കും കളർ ചേഞ്ച് അല്ല സെയിം കളറാണ്. എൻ്റെ മൂത്ത താത്ത ഇട്ടതും ഞാനും ഇട്ടതും കളർ ചേഞ്ച് ആണ് കേട്ടോ. പക്ഷെ അവർ പർപ്പിളാണ്, ഞാൻ മെറൂണാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഈ പർപ്പിളിൽ അതേ ഒരു പാറ്റേൺ ഡ്രസ്സ് ഉണ്ട്. അപ്പം ഞാൻ എടുക്കാൻ തന്നില്ല, എനിക്ക് മെറൂൺ മതി പറഞ്ഞു. എന്നാൽ അവർ മെറൂൺ എടുത്തോ, അതുമില്ല, കാരണം അവരുടെ അടുത്ത് മെറൂൺ ഉണ്ട്. സോ അങ്ങനെ ഞങ്ങൾ 3 പേരും ഈ ഒരു കളർ പിടിച്ചു. എങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് കരുതുന്നു. സംഭവം ആ കല്യാണത്തിന് മാത്രമായിട്ടോ ആ ഡ്രസ്സ് ഇട്ട്. ഇല്ല, ഞാൻ വേറെ എന്തോ ഒരു കല്യാണത്തിന് ഇട്ട് തോന്നുന്നു, പിന്നെ ഇട്ടിട്ടില്ല. അത്ര ഹെവിയാണോ ചോദിച്ചാൽ അത് ആ യോക്കിലും താഴൊക്കെ ഫുള്ള് വർക്കാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം ഹെവി എന്ന് തന്നെ പറയാം. പിന്നെ മക്കളുടെ ഡാൻസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല നമുക്ക്, എന്താ പറയുക, ശനിയാഴ്ച ഓളോടെ കല്യാണം വെച്ച് ഞായറാഴ്ച നമുക്ക് റിസപ്ഷൻ മതിയായിരുന്നു. അപ്പം നല്ല അടിച്ചു പൊളിച്ച് കല്യാണം ഉണ്ടാക്കായിരുന്നു. മഴയും പെയ്ത് നമ്മളെ ചടപ്പിക്കില്ലായിരുന്നു ഒന്നും. പിന്നെ അതിങ്ങനെ താത്തിയാളേക്കും ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഞാൻ എന്താ പറയുക, എൻ്റെ കുറച്ച് വീഡിയോ എടുത്ത വൈറലായെന്ന് പറയാം. ഞാൻ ഈ സാധനം പിടിച്ചിട്ട് നടക്കാൻ വയ്ക്കില്ല, അപ്പൊക്കെ പാടെ പിടിച്ചിട്ട് പൊന്തിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഹുസൈനെയും കണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ നടക്കും. കാരണം എൻ്റെ മാപ്പിളിനെ അടങ്ങിയ കാണാണ്ടാവില്ല, അതെൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ. കാരണം ഫോട്ടോ എടുക്കാൻ കിട്ടൂല, പിന്നെ ഇതും പിടിച്ചിട്ട് നടക്കാനും വയ്ക്കില്ല. അപ്പം ഞാൻ പൊന്തിക്കും. എന്നിട്ട് പിന്നെ എൻ്റെ മാപ്പിളിനും തരണം ഇങ്ങനെ നടക്കും, സ്റ്റേജിൽ കൂടിയും പുറത്തു കൂടിയും. അപ്പോൾ ഇതും പറഞ്ഞ് ഇപ്പോഴും ഉറക്കെ എന്നെ കളിയാക്കും കേട്ടോ. പിന്നെ അധികം ചിലപ്പോൾ മാപ്പിളിൻ്റെ കയ്യിൽ എൻ്റെ കുട്ടി ഉണ്ടാകും, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫാമിലി ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഹായ് ഉണ്ടല്ലോ ഒടുക്കത്തെ ചീറലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് മോളെ തലേന്നും കല്യാണത്തിനൊക്കെ എന്നിട്ട് ഇടങ്ങാറാക്കിയിരുന്നു. ഇല്ലെങ്കിൽ നല്ലൊരു മോളായിരുന്നു. പക്ഷെ ആ ടൈമിൽ എന്താ പറ്റിയെന്ന് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ മാമൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഫാമിലി ആയിട്ട് ഇങ്ങനെ കയറിയാണ്. അവിടെ മോളെടുത്ത് എൻ്റെ കുട്ടിനെ പൂവ് ഇങ്ങനെ മണപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഫുൾ ആൾക്കാരും പോയിട്ടോ. അപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഫോട്ടോ എടുക്കണ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഫാമിലി മീൻസ് എൻ്റെ അമ്മ, ഇപ്പ, താത്താര്, കാക്കു, ഇപ്പോൾ കാക്കുവിൻ്റെ വൈഫ്, എൻ്റെ മാപ്പിള, അളിയാക്കാർ, കുട്ടികൾ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ഇന്ന് ഒരുമ ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വല്യാത്തയും അളിയാക്കിയും കുട്ടികളും. രണ്ടാമത് കാണിക്കുന്നത് ഇനിയിപ്പോൾ വരും കേട്ടോ. ഇതിൻ്റെ കുഞ്ഞാത്തയും അളിയാക്കിയും കുട്ടികളും. ഇനി വരാൻ പോകുന്നത് ഞാനും എൻ്റെ മാപ്പിളയും ഞങ്ങളുടെ കുട്ടികളും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലി. ഇതിൻ്റെ ഇമ്മമ്മി, ഇപ്പപ്പയും, ഇപ്പപ്പ ഇല്ല കേട്ടോ. അപ്പോൾ ഇമ്മമ്മിയും ഇമ്മമാരുടെ 5 മക്കളും ഓരോ എന്താ പറയുക പാർട്ട്നേഴ്സും, പിന്നെ ഇതേ പേരക്കുട്ടികളും മരിയക്കളും എല്ലാവരും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു കേട്ടോ. ഏകദേശം കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വ്ളോഗ് ഇടാമെന്ന് കരുതി വെച്ചതാണ് കേട്ടോ, എനിക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ഞങ്ങളും കുറച്ച് റീൽസൊക്കെ എടുത്ത്, എന്തൊക്കെയോ കരുതിയെന്ന്, അങ്ങനെ ഇങ്ങനെ ഒന്നും നടന്നില്ല. പിന്നെ അതേ മേക്കപ്പും കാര്യമൊക്കെ ആകെ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ല. കൺമഷി ഇടും, പിന്നെ ലിപ്സ്റ്റിക് ഇടും, അത്ര തന്നെ കേട്ടോ. അല്ലാതെ വലിയൊരു ആർഭാടമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്ന രംഗമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. ഫസ്റ്റ് തന്നെ ഇതേ മരിയോളെ സ്വീകരിക്കണമല്ലോ. സോ അമ്മായിമ്മനെയും കൊണ്ട് മൂത്ത മരിയും പോയിട്ടുണ്ട്. രണ്ടാമത് ഇതേ അളിയാക്കാൻ്റെ വണ്ടിയാണ് നിൽക്കുന്നത്. അളിയാക്കാൻ്റെ വണ്ടിയിൽ ഞാനും വല്യാത്തയും കുഞ്ഞാത്തയും കുട്ടികളും ഞങ്ങളെല്ലാവരും പാടെ പോയിട്ടോ. എൻ്റെ മോള് പിന്നോട് തെറ്റി കുത്തിരിക്കുകയാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കാണ് സത്യം പറഞ്ഞ ഫോട്ടോസ് ഒന്നും കിട്ടാതിരുന്നത്, കാരണം അടങ്ങി എൻ്റെ മാപ്പിളനെ കാണൂല. അതുതന്നെയായിരുന്നു മെയിൻ സംഭവം. എങ്കിലും എന്താ പറയുക, പൂതിക്കുള്ള ഫോട്ടോ കിട്ടി, അങ്ങനെ പറഞ്ഞ് നമുക്കത് ഒപ്പിക്കാം. മുട്ടായിയാണോ? മുട്ടായിപ്പെട്ടുണ്ടെങ്കിൽ കിട്ടിയ ഗിഫ്റ്റ് രാത്രി ആയിട്ടോ. അപ്പൊ രാത്രിയായി പെണ്ണിന്റെ കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നു. ഇതാണ് കേട്ടോ ഒരു ശരിക്കും മക്കളത് വെക്കാം.
അങ്ങനെ അത് ഓരോ ഗിഫ്റ്റും ഞങ്ങളിങ്ങനെ അൺബോക്സ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ ഞങ്ങൾ റൂമിലാക്കിയിട്ട് ഞാനും വല്യാത്തയും കുഞ്ഞാത്തയും മളിയാക്കാരും എൻ്റെ മാപ്പിളും എല്ലാവരും പാടായിട്ട് കുഞ്ഞാത്താൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് രാവിലെയാണ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടല്ലോ അൺബോക്സിങ്ങിൻ്റെ രംഗണൊക്കെ കാണുന്നത്. പിന്നെ ഇത് രാവിലെ ആയിട്ടോ താത്താൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ യാത്രയാവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. കാരണം അടുക്കള കാണൽ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് കാറ്റ് പോലും കിട്ടൂല. ചെരുപ്പ് ഇടുന്നോട്ടെ, ചെരുപ്പ് എടുത്തരാം. കുഴപ്പമൊന്നുമില്ല, വിലൊക്കെ ഉണ്ട്. സൺഡേ ഹോളിഡേ വണ്ടി തീവണ്ടി പോകിപ്പായും തീവണ്ടി. അപ്പൊ അളിയാക്കാന്റെ സ്റ്റൂൾ എടുക്കല് പോയി. ബംഗാളിക്കോട്ടയാണ്, ബംഗാളിക്കോട്ട. കൈമോളെങ്ങനെ മുന്നിലിരുത്തി പറ്റേ കൊറേ ബൈക്കുകളുണ്ടല്ലോ. നമ്മൾ വീടെത്തി ലോഡ് തിരിഞ്ഞിട്ട് കാറിന്റെ മുകളിൽ